നേരെ രാജ്യതലസ്ഥാനത്തേക്ക് ഒന്ന് പോകാം. ഡൽഹി നജഫ്ഗഡിലെ ശ്രീ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും വലിയ പൊങ്കാല മഹോത്സവം നടക്കുകയാണ്. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാലയ്ക്കായി എത്തിയിട്ടുള്ളത്. നന്ദഗോപൻ അവിടെയുണ്ട്. നന്ദൻ, രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പൊങ്കാല മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആവേശത്തോടു കൂടി ആ പൊങ്കാലയ്ക്കായി ഓരോ വർഷവും മലയാളി സമൂഹം എത്താറുണ്ട്. ഈ തവണത്തെ പൊങ്കാലയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം, ഡൽഹിയിലെ നജഫ്ഗഡ് ചോറ്റാനിക്കര ശ്രീ ദേവി ക്ഷേത്രം ഇവിടെ ഇന്നിപ്പോൾ വലിയ പൊങ്കാല മഹോത്സവം നടക്കുകയാണ്. നിരവധി ഭക്തർ, ഏതാണ്ട് നൂറുകണക്കിന് ഭക്തരാണ് ഈ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ ഈ പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. പണ്ടാരയെടുപ്പിൽ ഇതിനോടകം തന്നെ ദീപപ്രജ്വലനം കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 9:30 ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്ര ഭാരവാഹികളടക്കം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു. ഡൽഹി NCRന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തരാണ് എത്തിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തുന്നത് പോലെ ഈ ഡൽഹിയിലെ നജഫ്ഗഡ് ക്ഷേത്രത്തിൽ അവിടെ പൊങ്കാല നടക്കുമ്പോൾ ഡൽഹിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളുണ്ട്. ചേട്ടാ, എത്ര നാളായിട്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ പൊങ്കാല ആചരിച്ചു വരുന്നു? 27ാമത്തെ വർഷത്തെ പൊങ്കാലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി നടത്തുവാൻ ഈ ഡൽഹിയിലുള്ള എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിന്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേൾക്കുന്ന ഭക്തജനങ്ങൾ ഈ അമ്പലത്തിന് വേണ്ടി നല്ല സംഭാവനകൾ ചെയ്ത് ഈ പുനരുദ്ധാരണം ഭംഗിയായി നടത്തണമെന്ന് ഞാൻ എല്ലാ ഹിന്ദു വിശ്വാസികളോടും അഭ്യർത്ഥിക്കുകയാണ്. അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. ചേട്ടാ, ഈ ക്ഷേത്രം എത്ര നാളായി സ്ഥാപിതമായിട്ട്? എത്ര വർഷമായിട്ട് ഈ പൊങ്കാല നടക്കും? പൊങ്കാല നടന്ന 27ാമത്തെ വർഷമാണ്. പൊങ്കാല 27ാമത്തെ വർഷമാണ്. അമ്പലം പുണ്യദാനം തുടങ്ങിയിട്ട് 30 വർഷമായി. എല്ലാ വർഷവും എങ്ങനെയായാലും ഒരു 10,000 പേര് ഇവിടെ എത്തിച്ചേരുന്നതാണ് ഭക്തജനങ്ങൾ. ഈ വർഷവും അത്രയും പ്രതീക്ഷിച്ചിരുന്നു. ശിവരാത്രി ആയിട്ട് ഇന്നലെ ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. എവിടെ നിന്നാണ് വരുന്നത്? ഗോവയിൽ നിന്ന് പൊങ്കാലിടാൻ വേണ്ടി? അതെ, പൊങ്കാലിടാൻ വേണ്ടി വന്നതാണ്. എല്ലാ വർഷവും വരാറുണ്ട്? ഇല്ല, ഇപ്പൊ 7 വർഷമായി. അതിനുശേഷം വന്നതാ. അതിനു മുന്നേ എല്ലാ കൊല്ലം ഇട്ടുകൊണ്ടിരുന്നതാ. എന്താണ് ഇത്രമാത്രം ഒരു വിശ്വാസം? ഞങ്ങളുടെ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഞങ്ങളുടെ അമ്മ തന്നെയാ. രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരെത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഗോവയിൽ നിന്നും എത്തിയ ഒരു ഭക്തയാണ്. വിവിധ വർഷങ്ങളായി ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിന് സമീപം ഏതാണ്ട് ഒരു വലിയൊരു ഗ്രൗണ്ട് നിറയെ പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നൂറുകണക്കിന് ഭക്തരാണ് ഡൽഹിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഇവർക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ ക്ഷേത്ര ഭാരവാഹികൾ ക്രമീകരിച്ചിരുന്നു. അതായത് പ്രധാനമായും ഇവർക്ക് കലവോ അല്ലെങ്കിൽ പൊങ്കാലയിടാൻ ആവശ്യമായ മറ്റു വസ്തുക്കളോ ഇവിടേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് ക്ഷേത്ര ഭാരവാഹികൾ തന്നെ നേരത്തെ അത് ക്രമീകരിച്ച് അവർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും. നിരവധി ഭക്തരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പലരുടെയും പ്രതികരണങ്ങൾ ആരായേണ്ടിയിരിക്കുന്നു. എവിടെ നിന്നാണ് വരുന്നത്? നാട്ടിലെവിടെയാണ്? തിരുവല്ല. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. എത്ര വർഷമായിട്ട് പൊങ്കാല? ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഒരു 93 അറൗണ്ട് ഞാൻ തുടങ്ങിയതാണ് ഇവിടെ. എല്ലാ വർഷവും അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഇടാറുണ്ട്. അമ്മ ഇവിടെ തന്നെ അടുത്താ താമസിക്കുന്നത്. എന്താണ് ഇപ്രാവശ്യം പൊങ്കാല ഇട്ടിരിക്കുന്നത്? എന്താണ്? പായസമാണോ? എന്തോ പായസം, ശർക്കര പായസം. ഈ വർഷത്തെ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടോ? പ്രത്യേക പ്രാർത്ഥന അങ്ങനെയൊന്നുമില്ല. കുട്ടിയുടെ നല്ലതിന് അതിനത്ര തന്നെ. അങ്ങനെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഗ്രേറ്റർ കൈലാഷിലുള്ളവരാണ്. അങ്ങനെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ഭക്തരാണ് ഇവിടെ ഈ പൊങ്കാല അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഡൽഹിന്ന് ഇവിടെ തുഗ്ലക് റോഡ് എല്ലാ വർഷവും വരാം? എല്ലാ വർഷവും. ഇതിപ്പോ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇത് 4ാമത്തെ വർഷമായി. ഇപ്പൊ ഞാൻ പൊങ്കാല എടുക്കുന്നത്. എന്താണ് ഇവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിശ്വാസം? എങ്ങനെയാണ്? വളരെ വിശ്വാസമുണ്ട്. നമുക്ക് എന്റെ അച്ഛന് ഭജന പാടിയിട്ടുണ്ട്. പിന്നെ അമ്മയെ നമ്മളെല്ലാവരും വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോ വന്നത്. അമ്മയച്ഛനടുക്ക് വരാറുണ്ട് ഇവിടെ. വിവിധ ഭക്തർക്ക് വിവിധ വിശ്വാസങ്ങളാണ്. ചേച്ചി, എവിടെ നിന്നാണ്? ഞാൻ ഗ്രേറ്റർ നോയിഡ. എല്ലാ വർഷവും പൊങ്കാലിടാൻ വരാം?
മത്ലബ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ചെറുപ്പം മുതലേ വരാറുണ്ട് ഇവിടെ. എങ്ങനെയാണ് ഇവിടമായിട്ട് ബന്ധപ്പെട്ടൊരു വിശ്വാസം എങ്ങനെയാണ്? വിളിച്ചാൽ വിളിപ്പുറത്താണോ ഭഗവതി? പിന്നെ ഇവിടെ ഞങ്ങളുടെ കല്യാണം നടക്കാനൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ നടന്നൊക്കെ ചെയ്തു. ഗൗതം, ഈ ഡൽഹിയിലുള്ളവർക്ക് ഈ നജഫ്ഗഡ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ്. അതായത് ഭഗവതി എല്ലാം തന്ന് അനുഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവർക്ക്. അങ്ങനെ നിരവധി പേർ ഇവിടെ എത്തുമ്പോൾ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലർക്കും അതേ മംഗല്യ സൗഭാഗ്യം, അതേപോലെ തന്നെ പുത്ര സൗഭാഗ്യം, അങ്ങനെ നിരവധി അവർക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ തന്നെ അവർ പലതവണ വിവരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല പ്രായത്തിലുള്ള ഭക്തജനങ്ങളുണ്ട്. ഡൽഹിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തി പൊങ്കാല അർപ്പിക്കുന്നു. ഏതാണ്ട് അല്പസമയത്തിനോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് സമാപനമാകും. തുടർന്ന് ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തർക്കും അന്നദാനമടക്കം ഭക്തർ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണം ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഭക്തർക്കായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ഭക്തരാണ് ഇപ്പോൾ ഇവിടെ ഈ നജഫ്ഗഡ് ശ്രീ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതം, ശരി നന്ദൻ, എന്തായാലും കേരളത്തിൽ നിന്നും അങ്ങ് വിദൂര ദേശങ്ങളിലേക്ക് എത്തുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിടെയെല്ലാം നമ്മുടെ കേരളത്തിലുള്ളതുപോലെയുള്ള തന്ത്രമടിസ്ഥാനമാക്കിയുള്ള ക്ഷേത്രങ്ങൾ അവിടെ സ്ഥാപിക്കുന്നു, അവിടെ പ്രതിഷ്ഠ നടക്കുന്നു. അതിനുശേഷം പിന്നീട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള പ്രതിഷ്ഠാ മഹോത്സവങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള പൊങ്കാല മഹോത്സവം, അതിനൊക്കെ രാജ്യതലസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു നഗരമാകട്ടെ കേരളത്തിന് പുറത്തുള്ള അവിടെ നിന്ന് ആയിരക്കണക്കിന് മലയാളികൾ അവിടേക്ക് എത്തുന്നു. അതൊക്കെ സ്വാഭാവികമായും കേരളത്തിൻ്റെ തനത് സംസ്കാരം, നമ്മുടെ നാടിൻ്റെ തനത് സംസ്കാരം, അത് ഏത് ദേശത്ത് പോയാലും അത് ആചരിക്കും എന്നത് തന്നെയാണ്. എന്തായാലും നജഫ്ഗഡിലെ ശ്രീ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പൊങ്കാല മഹോത്സവത്തിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.